സർക്കാർ നേരിട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള CD 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടർ ചാനലിലൂടെ കാണിക്കാൻ ഞാൻ വി ഡി സതീശൻ സാറിനെ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുത്ത വി ഡി സതീശൻ 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ തെളിവ് ഹാജരാക്കി. സംഘികൾ എന്തുകൊണ്ടാണ് സതീശൻ ഇത്ര പേടിക്കുന്നത് നിങ്ങൾക്കറിയോ? അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമല്ല, കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞ ആ സമയം മുതൽ സംഘികൾ മൂട്ടിൽ ഈ മറ്റേ ചീരാമുളക് എന്ന് പറയും, അതല്ലെങ്കിൽ നല്ല കാന്താരിമുളക് തേച്ച എഫക്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സതീശനെതിരെ അതല്ലെങ്കിൽ ലീഗിനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലീഗിൻ്റെ മതേതരത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ലീഗ് എന്ന മത പാർട്ടിയാണ്, അവരാണ് സതീശനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഇനി എല്ലാ അധികാരങ്ങളും, ഹിന്ദുക്കൾക്ക് അധികാരമില്ല, ഹിന്ദുക്കളെ നിങ്ങൾ ഉണരൂ എന്നും പറഞ്ഞിട്ട് BJPയുടെ സംഘപരിവാര നേതാക്കൾ തിരിച്ചും മറച്ചും ഓടിക്കൊണ്ടിരിക്കുന്ന വെകിളി പൂണ്ട് ഓടിക്കൊണ്ടിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനൊരു പഴയ കഥയുണ്ട്, പുതിയ കഥകളുമുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വന്ന് ഇന്നലെ മുതൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് ഇന്നത്തെ സതീശൻ്റെ ഈ ഒറ്റ പ്രസ്താവന നിങ്ങൾ കേട്ടല്ലോ. അതായത് വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല, സെക്യുലർ നിലപാടിന് മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണത്. വിദ്വേഷ പ്രചരണം നടത്തുന്ന ഏതൊരുത്തനോടും ഒരു കോംപ്രമൈസും ഇല്ല, എടുത്ത് തൂക്കി എവിടെയാണോ കൊണ്ടിടേണ്ട അവിടെ കൊണ്ടിട്ടിരിക്കും എന്നുള്ളതിൻ്റെ ആദ്യത്തെ പ്രതികരണമാണ് നമ്മൾ മുഖ്യമന്ത്രി, അതായത് നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ സംഘപരിവാരത്തിൻ്റെ കയ്യിൽ നിന്ന് ചാണക അപ്പി വാങ്ങിച്ചിട്ട് അതിനുള്ള പ്രത്യുപകാരമായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് വിദ്വേഷം പരത്തുന്ന ഒരുപാട് എച്ചിൽ വാണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവന്മാർക്ക് എല്ലാവർക്കും 8ന്റെ പണി കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഇതുപോലെ തന്നെ ഈ സംഘപരിവാണങ്ങൾക്ക് വാണങ്ങളെ കൂട്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അവന്മാരുടെ നേതാക്കൾ തന്നെ ഈ രാജ്യത്ത് ഈ നാട്ടിൽ പരത്തുന്ന വിദ്വേഷ വിഷം ചീറ്റുന്ന ഏതൊരു തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞാലും അവന്മാർക്കിട്ട് 8ന്റെ പണി കിട്ടും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സതീശൻ്റെ ഇന്നത്തെ ഈ ഒറ്റ പ്രസ്താവന. ഇനി സതീശൻ ഇത് ഇന്ന് മുതലല്ല പറഞ്ഞത്, പണ്ടൊരിക്കൽ എപ്പോഴും നമുക്കറിയാം ശശികലനെ പോലത്തെ വിഷകലകൾ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ അല്ലെങ്കിൽ പാവപ്പെട്ട സംഘികളെ പലതും പറഞ്ഞ് പല കളവും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള വിഷകലക്ക് പണ്ടൊരിക്കൽ റിപ്പോർട്ടർ ചാനലിൽ സതീശൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. 10 കൊല്ലം മുമ്പാണ് ആ മറുപടി കൊടുത്തിട്ടുള്ളത്. ആ മറുപടി കേട്ടാൽ അറിയാം സംഘികൾ എന്തുകൊണ്ടാണ് സതീശനെ പേടിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ആ ഒരു റിപ്പോർട്ടർ ചാനലിലെ നിതീഷ് കുമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതുണ്ട്. അതായത് MT രമേശുണ്ട്, സതീശനുണ്ട്, പിന്നെ എന്താ പറയുക വിഷകലുണ്ട്. അപ്പോൾ ആ ഒരു പ്രസ്താവന നമുക്ക് കേട്ടിട്ട് വരാം. എന്തായിരുന്നു ശശികല എപ്പോഴും പറയുന്ന കാര്യമാണ്, അതായത് ഗുരുവായൂരത്തെയും അതുപോലെ തന്നെ ശബരിമലയിലെയും ഫണ്ടെല്ലാം കൂടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിക്കാരെ എടുത്തിട്ട് അവരതുപോലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വീതിച്ചു കൊടുക്കുക എന്നുള്ളത് പച്ചക്കളവാണത്. അതിന് വീട് നമ്മൾ വ്യക്തമായിട്ട് ഈ ഫണ്ട് പോകുന്നതും ഈ ഫണ്ട് പോകുന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ ഏതാണെന്നും അവിടുന്ന് അതിൽ നിന്നൊരു പൈസ എടുക്കണമെങ്കിൽ, അതിൽ നിന്നൊരു ചില്ലി കാശ് എടുക്കണമെങ്കിൽ, ഗവൺമെൻറ്റിന് തൊടണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും ആ തൊട്ട കാശിന് തിരിച്ചടയ്ക്കേണ്ട പലിശയുടെ അളവ് എന്താണെന്നുള്ള വ്യക്തമാക്കിയിട്ടുള്ളൊരു കണക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ മുസ്ലിമിനും ഹിന്ദുവിനും അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കും കൊണ്ട് കൊടുക്കുന്ന പൈസ അല്ല എന്നുള്ളത്. അപ്പം അത് അവിടെ നിൽക്കട്ടെ. അപ്പം ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ശശികലനെ പോലത്തെ ആളുകൾ പറഞ്ഞു വരുത്തുന്ന ആ വിദ്വേഷത്തിനെതിരെ വിത്ത് തെളിവ് സതീശൻ കൊടുത്തിട്ടുള്ള മറുപടി ഉണ്ട്. അതൊന്ന് കേട്ടിട്ട് വരും നമുക്ക്. കേക്ക്. സർക്കാർ നേരിട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ള CD 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടർ ചാനലിലൂടെ കാണിക്കാൻ ഞാൻ വി ഡി സതീശൻ സാറിനെ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുത്ത വി ഡി സതീശൻ 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ തെളിവ് ഹാജരാക്കി. കേട്ടല്ലോ, ഇതായിരുന്നു ആ ഒരു ഡിബേറ്റ്. ആ ഡിബേറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ശശികല പറഞ്ഞിട്ടുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള അതായത് ദേവസ്വത്തിന്റെ ഈ പൈസ എങ്ങോട്ടാണ് പോകുന്നത്, ഇവർ തെറ്റായിട്ടാണെന്നും പറഞ്ഞ് സതീശൻ പറഞ്ഞപ്പം അതിന് തിരിച്ച് ശശികല ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അത്തരത്തിലുള്ള കളവുകൾ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ശശികല തിരിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു തെളിവ് അല്ലെങ്കിൽ ആ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്ത് നെക്സ്റ്റ് ഡേയിൽ 24 hours എന്നാണ് പറഞ്ഞത്. ആ ഡിബേറ്റ് കഴിഞ്ഞ അന്ന് രാത്രി തന്നെ സതീശൻ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്. നമ്മുടെ വി ഡി സതീശൻ ഫേസ്ബുക്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് വിത്ത് തെളിവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവന്മാർ എന്തുകൊണ്ടാണ് സതീശനെ പേടിക്കുന്നത് എന്നുള്ളത്. കേൾക്ക്. ഇന്നലെ റിപ്പോർട്ടർ TV ചാനലിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഖജനാവിലേക്കാണ് പോകുന്നതെന്നും ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള സംഘപരിവാർ ശക്തികൾ കുറേ നാളുകളായി കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്ന പ്രചരണത്തിന്റെ കള്ളത്തരം പൊളിക്കാൻ ധാരാളം തെളിവുകൾ നിയമസഭയിൽ നടത്തിയ സബ്മിഷന്റെ മറുപടിയായി നമ്മുടെ ദേവസ്വം മന്ത്രി CVS ശിവകുമാർ നടത്തിയ പ്രസ്താവനയുടെ വിശദഭാഗങ്ങൾ ഞാൻ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അങ്ങനെ ഒരു പ്രസംഗം തങ്ങളാരും നടത്തിയിട്ടില്ലെന്നും
താൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം അതിന്റെ ഓഡിയോ ടേപ്പ് ഹാജരാക്കാൻ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി ശ്രീമതി ശശികല ടീച്ചർ. ഞാൻ ആ വെല്ലുവിളി ചർച്ചയിൽ തന്നെ ഏറ്റെടുക്കുകയും ഇന്നിപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിനോടൊപ്പം ശശികല ടീച്ചർ ചാലക്കുടിയിൽ നടത്തിയ വിവാദപരമായ പ്രസംഗത്തിന്റെ ഓഡിയോ ടേപ്പ് ഇവിടെ ഇതോടുകൂടി പോസ്റ്റ് ചെയ്യുകയാണ്. ഇനി കഴിഞ്ഞില്ല ഈ പട്ടിണിക്ക് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ ഹിന്ദുവിന് പട്ടിണി വരുന്നു? ഹിന്ദുവിന് പണമില്ലേ? പണമുണ്ട്. ഗുരുവായൂര്, ശബരിമല, വൈക്കം, ഏറ്റുമാനൂര് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ കോടികളാണ് കുമിഞ്ഞു കിടക്കുന്നത്. പാവപ്പെട്ട ഞാനും നിങ്ങളും നമുക്ക് കൂട്ടായി ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ചിന്തയില് കണ്ണീരിൽ കുതിർന്ന നാണയത്തുട്ടുകൾ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിട്ട് കോടികൾ അവിടെ വരുത്തുന്നുണ്ട്. ഗുരുവായൂരെ 1 മാസത്തെ നടവരവ് രൂപ മാത്രം ഒന്നിച്ചില്ലാനും കോടിയാണ്. എവിടെ പോകുന്നു ഈ പണം എന്ന് ഈ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല. നിങ്ങൾ ഞാനും അതിൽ കുറ്റവാളിയാണ്. എവിടെ പോകുന്നു ഈ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇടാൻ മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളൂ. മാസാവസാനം ഭണ്ഡാരം പൊളിക്കുമ്പോ ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ പറഞ്ഞു കൊണ്ടോണ്ടോ? അതാണോ ഹിന്ദുവിന്റെ ചിന്ത? അവിടെ കുമിഞ്ഞുകൂടുന്ന കോടികളും സ്വർണവും വെള്ളിയും ഏതിലെ പോകുന്നു? ഗുരുവായൂർ 1 മണ്ഡലകാല, ശബരിമലയിൽ 1 മണ്ഡല സീസൺ കഴിഞ്ഞാൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് 3000 കോടി രൂപയാണ്. ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും പിഴിഞ്ഞെടുത്ത് ഹിന്ദുവിനെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കന്യാസ്ത്രീകളുടെ ഇരയാക്കി മാറ്റുമ്പോ ഇതുവരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് വഴിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. ഇനി എടുത്തേ പറ്റൂ, കാരണം പിടിവിട്ടുപോയി. തീർച്ചയായിട്ടും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണം ഇത് ഒരു സത്യാവസ്ഥയുമില്ലാത്ത ഒന്നാണെന്നും വാസ്തവവിരുദ്ധമായ ഒന്നാണെന്നും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമുഖം കൂടി, ശശികല ടീച്ചറുടെ വാദമുഖം കൂടി ഈ ഓഡിയോ ടേപ്പോടുകൂടി പൊളിയുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതായിരുന്നു ആ ഒരു പ്രസ്താവന. ഞാൻ പറഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പാട്ടോ, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അന്നു മുതൽ ഇത്തരത്തിലുള്ള വിദ്വേഷം പരത്തുന്ന അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണങ്ങളുമായിട്ട് നടക്കുന്ന സംഘപരിവാരങ്ങളും അവന്മാരുടെ എന്താ പറയുക ആസനം നക്കി ജീവിക്കുന്ന സകല എണ്ണത്തിൻ്റെയും മറുപടി ഏത് രീതി കൊടുക്കണം എന്നുള്ള ഇവന്മാരെങ്ങനെ പൂട്ടണം എന്നുള്ളതും സതീശന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാലും അതുള്ളത് കൊണ്ട് തന്നെയാണ് സതീശൻ മുഖ്യമന്ത്രിയായി, അതായത് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്ന അല്ലെങ്കിൽ ഏതൊരു പരിപാടികൾക്കും എതിരെ നിൽക്കാൻ മുഖ്യമന്ത്രിക്കാണല്ലോ പറ്റുക ഏറ്റവും കൂടുതലായിട്ട്. അപ്പം അതിനെതിരെ ഇവന്മാർക്ക് സകല എണ്ണത്തിനും പൂട്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് സതീശൻ മുഖ്യമന്ത്രിയായപ്പം മാക്സിമം ഉണരൂ ഹിന്ദു എന്നും പറഞ്ഞിട്ട് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നത്. അത് തല തൊട്ട അപ്പന്മാർ മുതൽ, അതായത് BJPയുടെ തല നരച്ച് മൂത്ത അപ്പം മുതൽ താഴെത്തട്ടിലുള്ള ഇത്തിരി പോന്ന മുട്ടത്തോട് തലേന്ന് മാറാത്തവന്മാർ വരെ പറഞ്ഞു വരത്താനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഏതാണെങ്കിലും ഇവിടെ അങ്ങോട്ട് നിങ്ങൾ കണ്ടോ, സതീശന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. കേരള മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാ തുറന്നു കഴിഞ്ഞാൽ വിഷം ചീറ്റുന്ന ഏതൊരുത്തനാണെങ്കിലും അവൻ 8ന്റെ പണി സതീശൻ കൊടുത്തിരിക്കും, സതീശൻ്റെ പോലീസ് കൊടുത്തിരിക്കും. അതിന് മുസ്ലിം ലീഗ് എന്നോ അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ അവന്മാർ ഏത് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടും കാര്യമില്ല, കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും. ഈ പേടി ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവന്മാരൊക്കെ മാളത്തുനിന്ന് പുറത്ത് ചാടി മാക്സിമം വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം ഏതായിരിക്കും കളി, ഏത് ലെവലിൽ കളി പോകും എന്നുള്ളത് നമുക്ക് ഇന്ന് മുതൽ കാണാം.